ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വന്ന് ഓഫീസിൽ നിന്ന് ജോലിയും കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ കുറച്ച് സമയം എന്ന് പറയുന്നത് കുറച്ച് സമയം കിടന്ന് ഉറങ്ങി. പിന്നെ വൈകിട്ട് എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് നല്ല ആക്റ്റീവായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇനി എൻ്റെ പണി എന്താണെന്ന് കാണിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഞാനില്ല അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയപ്പം അവിടെ നഴ്സറിയിൽ നിന്ന് 2 വാഴത്തൈ ടിഷ്യൂ കൾച്ചർ, ഞാൻ ആദ്യമായിട്ടാണ് ടിഷ്യൂ കൾച്ചർ ഇവിടെ കൊണ്ടുവന്ന് നട്ട് വളർത്താൻ പോകുന്നത്. ഇതുവരെ ഒരെണ്ണം പോലും അത് പിടിച്ചിട്ടില്ല. മുമ്പ് ഞാൻ ഒരു തൈ കൊണ്ട് നട്ടായിരുന്നു, പക്ഷേ പിടിച്ചിട്ടില്ല. പക്ഷേ ഇത് വളരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഏത്തൻ്റെതും പിന്നെ റോബസ്റ്റയാണ്. ഇത് രണ്ടുമാണ്. വേറെയും 2 നട്ടിട്ടുണ്ട്. അതേതാണെന്ന് ഞാനങ്ങ് വിട്ടുപോയി. അപ്പോൾ ഞാൻ കാണിക്കാം. ഇന്ന് നട്ട ഈ 2 തൈകളാണ്. 2 തൈ ഇവിടെ ഇരുന്നു, അതാണ് ഇന്ന് നട്ടത്. ഇത് നടേണ്ടുന്ന വിധം എല്ലാവരെയും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ആദ്യമേ തടം എടുക്കുക. ടിഷ്യൂ കൾച്ചറിൻ്റെ ആയതുകൊണ്ട് ചെറിയ തടം മതി. എന്നിട്ട് തടം എടുത്തിട്ട് അതിൽ തീ ഇടുക. ആ തടത്തിൽ തീ ഇടുക. അപ്പോൾ അതിൻ്റെ പ്രാണികൾ എല്ലാം അണുക്കളും അങ്ങ് നശിക്കും. അതിനുശേഷം ചാമ്പലും ഉപ്പും മിക്സ് ചെയ്യുക. 2 തടത്തിൽ ഇടുക. എന്നിട്ട് കുറച്ച് ജൈവവളമാണ് ഇവിടെ ഇരുന്നത്. ചാണകപ്പൊടിയൊക്കെ ചേർന്ന ആട്ടിൻകാട്ടം, പിന്നെ അങ്ങനെ അതെല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു വളമാണ് ഇവിടെ ഇരുന്നത്. അതും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ആ തടത്തിൽ ഞാൻ നട്ടു. ഇങ്ങനെയാണ് ടിഷ്യൂ കൾച്ചറിൻ്റെത് നട്ടേക്കുന്നത്. ഇനി വളരുമോ ഇല്ലെന്ന് ഞാൻ ഭാവിയിൽ കാണിക്കാം. ഇത് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് നട്ടതാണ്. 2 അങ്ങനെ 4 നട്ടിട്ടുണ്ട്. പിടിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇത് വളരുമെന്ന് തോന്നുന്നു. വലിയ കൊലയൊക്കെ വരുമെന്നാണ് പറയുന്നത്. ഇത് ചീര നട്ടിരുന്നതാണ്. അതെല്ലാം ഞങ്ങൾ എല്ലാം കട്ട് ചെയ്ത് തോരനൊക്കെ വെച്ച് ഇനി ഈ സ്ഥലത്ത് ഒരെണ്ണം നടാനായിട്ട് ഞാൻ വളർത്തി വിത്ത് പാകി നിർത്തിയിരിക്കുന്നു. കാണിക്കാം. ഇതാണ് ചീര വിത്തും വെണ്ടയും കൂടെ ഒരു പാത്രത്തിലങ്ങ് നട്ടിരിക്കുകയാണ്. ഈ വെണ്ടയെല്ലാം ഇനി എത്രയും പെട്ടെന്ന് പിരിച്ച് നട്ടെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇന്ന് നടാൻ പോവുകയാണ്. മഴയുടെ നല്ല കോളൊക്കെ കാണുന്നുണ്ട്. മഴ പെയ്യുകയാണെങ്കിൽ ഇതങ്ങ് വളരുകയും ചെയ്യും. ഈ ട്രേയിൽ 3-4 നിൽക്കുന്നുണ്ട്. അതും കൂടി നടാം. ഇത് ഞാൻ നേരത്തെ നട്ട വെണ്ടയാണ്. അതിലൊക്കെ എല്ലാം പിടിച്ചു. മെഴുക്കുരട്ടിയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാത്തിലും പിടിക്കുന്നുണ്ട്. നല്ല തൈയായിരുന്നു. അങ്ങ് കരുനാപ്പള്ളി ആ ഭാഗത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് നട്ടതാണ്. ഇതെല്ലാം വഴുതനങ്ങയും പൂത്തു കണ്ട. പക്ഷേ അതിൽ പിടിക്കുമെന്നുള്ളതാണ് ഡൗട്ട്. പ്രാണിയുടെ ആക്രമണമുണ്ട്. സ്യൂഡോമോണസൊക്കെ കലക്കി ഒഴിച്ചിട്ടുണ്ട്. കണ്ട, മുളകുമൊക്കെ ഇത്രയായി. ചെറിയ തൈയായിരുന്നു, ഇപ്പോൾ വളർന്ന് ഇത്രയൊക്കെ ആയി. ഇന്ന് ഞാൻ നടാൻ പോവുകയാണ്. മഴ പെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചാണ് നടുന്നത്. ഇത് ഇവിടെ തന്നെ വളർന്ന ഒരു ചീര. അതിന് വിത്തെടുക്കാനായിട്ട് വളർന്നു നിൽക്കുകയാണ്. ഞാൻ സർപ്രൈസായിട്ട് എല്ലാവരെയും ഒരു കാര്യം കാണിക്കാം. ഞാൻ നേരത്തെ കൊണ്ടുവന്ന് നട്ട ഒരു വാഴ കുലച്ചതാണ്. എല്ലാവരും ചോദിക്കും, വാഴ കുലയ്ക്കുന്നതിൽ എന്താണ് ഇത്ര അതിശയമെന്ന്. എനിക്ക് അതിശയമാണ്. എനിക്കൊരു വിശേഷമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണുക. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. എൻ്റെ ചുവന്ന വാഴ കുലച്ചു. കണ്ട, ഇതാണ് കുല. ഇതൊരു പ്രത്യേക സന്തോഷമാണ്. കാരണം ഇതാദ്യമായിട്ടാണ് ഇവിടെ നട്ട് വളർത്തിയത്. കണ്ട കൂട്ടുകാരെ എല്ലാവരും. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ആത്തിക്കയും പിടിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇത് ഏത്തൻ്റെതാണ്. ഇത് ഇത്രയൊക്കെ ആയി. ഇനി അപ്പോൾ വെണ്ടയ്ക്ക നടാം. വെണ്ടത്തൈ. നമുക്ക് ഏറ്റവും അധികം മാനസിക ഉല്ലാസവും സന്തോഷവും കിട്ടുന്നത് എപ്പോഴും കൃഷി ചെയ്യുമ്പോഴാണ്. അല്ലാതെ മറ്റെന്ത് ചെയ്താലും നമുക്ക് അത്രയ്ക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈവനിങ്ങിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട. അപ്പോൾ ഞാൻ നടട്ടെ. എൻ്റെ വെണ്ടത്തൈ നടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നട്ട് ഓരോന്ന് നട്ടുകൊണ്ടിരിക്കുകയാണ്. മഴ എന്തായാലും പെയ്യും. ഇതിനകത്തോട്ട് നടാൻ പോകുന്നു.
ഇത്രയും തൈയും കൂടെ നടാനുണ്ട്. തൈ എല്ലാം നട്ടു. ഇനി ഞാൻ അരമണിക്കൂർ ഇവിടെ നടക്കും. ഈ മുറ്റത്ത് നടന്നാൽ മതി. തൈയെല്ലാം നട്ടത് കാണിക്കാം. വേണ്ട, ഒരിക്കൽ കൂടി കാണിക്കാം. വേണ്ട, റോട്ടൊക്കെ അങ്ങ് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നടന്നിട്ട് വന്നിട്ട് പിന്നെ കാണാം ബാക്കി വിശേഷങ്ങൾ.